ഗിരി വിളിച്ച് പറഞ്ഞത് പ്രകാരം ക്രിസ്റ്റി മിത്രയുടെ വീട്ടിലേക്ക് വന്നിരുന്നു. അവർ മൂന്നുപേരും കൂടി സേറ എവിടേക്ക് പോയതായിരിക്കുമെന്ന ആലോചനയോടുകൂടി ഇരിക്കുകയായിരുന്നു. എടാ, നീയൊരു കാര്യം ചെയ്യാൻ നോക്ക്. വൈരാഗ്യമൊക്കെ മാറ്റി വെച്ചിട്ട് സേറയുടെ പപ്പയൊന്ന് വിളിക്ക്. അവൾ വിളിക്കുകയോ മറ്റോ ചെയ്തോന്നറിയാലോ. ഗിരി സംശയത്തോടെ അവനോടായി പറഞ്ഞു. അത് ഗിരി, ഞാൻ വിളിച്ചിരുന്നു. പക്ഷേ സ്വിച്ച് ഓഫ് ആണ്. അവൻ ഗിരിയെ നോക്കി തിരികെ മറുപടി പറഞ്ഞു. ഞാൻ നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നില്ലേ? അതവളുടെ അപ്പൻ്റെ കാര്യമായിരുന്നു. അവൻ ഗിരിയെ നോക്കി പറഞ്ഞതും ഗിരി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് സെറയുടെ അപ്പൻ എന്നെ കാണാൻ വന്നിരുന്നു. അതും പറഞ്ഞ് ക്രിസ്റ്റി ഉണ്ടായ സംഭവങ്ങളെല്ലാം ഗിരിയോടും അവളോടും പറഞ്ഞു. അപ്പോൾ അപ്പം നമ്മുടെ സേറ കാണാതായതിന് പിന്നിലും എന്തെങ്കിലും പങ്ക് അയാൾക്ക് കാണും ചേട്ടാ. എനിക്ക് പേടിയാകുന്നു. അയാൾ നമ്മുടെ സേറ എന്തെങ്കിലും. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. മോള് വിഷമിക്കണ്ട. അവൾക്ക് ഒന്നും സംഭവിക്കില്ല. ഞാൻ ജീവനോടിരിക്കുമ്പോൾ അവളുടെ രോമത്തിൽ പോലും ആരും തൊടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയും അയാൾ ഇല്ലാതാക്കി. ഈ ലോകത്താകെ ഉണ്ടെന്ന് പറയാൻ എനിക്ക് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവരുടെ സ്വത്തുക്കൾ എഴുതിത്തരുമെന്നുള്ള ഒറ്റ കാരണത്താലാ അയാൾ എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയും ഇല്ലാതാക്കിയത്. ആരോട് പുറത്താലും പൊറുക്കില്ല ഞാൻ അയാളോട്. അവൻ ദേഷ്യത്തോടെ അവരെ നോക്കി പറഞ്ഞു. ക്രിസ്റ്റി ചേട്ടനോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ ചേട്ടനോട് സത്യം പറയോ? മിത്ര സംശയത്തോടെ അവനോട് ചോദിച്ചതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ശരിക്കും അപ്പച്ചനന്ന് വണ്ടിക്കച്ചവടത്തിന് വന്നപ്പോൾ കിട്ടിയതാണോ ചേട്ടനെ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അതെന്താ മിത്ര ഇപ്പം അങ്ങനെ ചോദിക്കാൻ? അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അവൻ തിരികെ അവളോട് ചോദിച്ചു. ഞാൻ വെറുതെ ചോദിച്ചതാ. അപ്പച്ചനും അമ്മച്ചിക്കും ചേട്ടനെ ഭയങ്കര കാര്യമായിരുന്നു എന്ന് എനിക്കറിയാം. അപ്പച്ചനും അമ്മച്ചിക്കും ഉണ്ടായിരുന്ന കൊച്ചുമക്കളേക്കാളൊക്കെ ചേട്ടനെ അവർ സ്നേഹിച്ചത്. ചേട്ടനെ അവർ വിശ്വസിച്ചത് പോലും. അതുകൊണ്ടല്ലേ സ്വത്തെഴുതുന്ന കാര്യം വന്നപ്പോൾ ചേട്ടന് പകുതി ഷെയർ തരണമെന്ന് അപ്പച്ചനും അമ്മച്ചി അന്ന് പറഞ്ഞത്. അന്ന് എല്ലാവരും ചേട്ടനെ എതിർത്ത് പറഞ്ഞു. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മക്കളെല്ലാവരും അവരുടെ തീരുമാനത്തെ എതിർത്തു. എന്നിട്ടും ചേട്ടന് പകുതി ഷെയർ തരണമെന്ന് അവർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷെ അവർ മരിക്കുന്നതിന് മുൻപേ തന്നെ സേറയുടെ വലിയപ്പ ആ സ്വത്തിൽ കൂടുതലും അയാൾക്കും പെങ്ങൾക്കും വേണ്ടി എഴുതിച്ചു. സേറയുടെ പപ്പയ്ക്ക് പോലും അത്ര കിട്ടിയിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നേ. ആ വലിയ വീടും അതിന് ചുറ്റും കിടക്കുന്ന സ്ഥലവും അല്ലാതെ മറ്റൊന്നും അവരുടെ പേരിൽ ഇല്ലെന്നാ എൻ്റെ വിശ്വാസം. സേറ അങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത്. കൂടുതലും അവളുടെ വലിയ പപ്പയുടെ പേരിലാണ്. അതിനുശേഷമല്ലേ അയാളുടെ മക്കളൊക്കെ അമേരിക്കയിലും മറ്റും പോയതുപോലും. അവൾ സംശയത്തോടെ ക്രിസ്റ്റിയോട് ചോദിച്ചു. ക്രിസ്റ്റി, ഇന്ന് വരെ നീ പറഞ്ഞത് വിശ്വസിക്കുകയല്ലാതെ ഞാനും നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല. നമ്മൾ ഇത്രയും അടുത്ത സുഹൃത്തുക്കളായിരുന്നിട്ട് പോലും, നീ എൻ്റെ ജീവൻ്റെ പാതിയായിരുന്നിട്ട് പോലും നിൻ്റെ പേഴ്സണലായിട്ടുള്ള ഈ കാര്യം മാത്രം ഞാനും നിന്നോട് ചോദിച്ചിട്ടില്ല. നീ പറഞ്ഞിട്ടുമില്ല. അപ്പച്ചനും അമ്മച്ചിയും നീയും പറഞ്ഞതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ വിശ്വാസവും. പക്ഷെ ഇപ്പം ഞാൻ നിന്നോട് ചോദിക്കുക, ശരിക്കും നീ ആരാ? നിനക്ക് ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയായിട്ട് എന്താ ബന്ധം? എങ്ങനെയാണ് നീ അപ്പച്ചൻ്റെ അടുത്തേക്ക് എത്തിയത്? അപ്പച്ചൻ നിന്നെ ബദേൽ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നത് എനിക്കിപ്പോഴും ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട്. ഗിരിയും അവനെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു. തൽക്കാലം ഇപ്പം കഥ പറയാനൊന്നും എനിക്ക് നേരെയില്ലടാ. എല്ലാം ഞാൻ പറയാം. എനിക്ക് ആദ്യം അവൾ എവിടെയാണെന്ന് അന്വേഷിക്കണം. അയാൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ. പണത്തിനോട് ഇത്രയും ആർത്തിയുള്ള ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൾക്കും അവളുടെ പപ്പയ്ക്കും എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപേ തന്നെ എനിക്കവിടെ എത്തണം. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. ഞാനും കൂടി വരാം. ഗിരിയും അവൻ എഴുന്നേൽക്കുന്നത് കണ്ട് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. മിത്ര, വാതിലടച്ചിട്ടിരുന്നോ? അച്ഛനും അമ്മയും വന്നിട്ട് തുറന്നാൽ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഗിരി അവളെ ഓർമ്മപ്പെടുത്തി. ഗിരിയേട്ടാ, എൻ്റെ സേറയെപ്പറ്റി എന്തെങ്കിലും അറിവ് കിട്ടുവാണെങ്കിൽ അപ്പം തന്നെ എന്നെ വിളിക്കണം. മറക്കല്ലേ? അവൾ അവനെ ഓർമ്മിപ്പിച്ചു. സേറയെപ്പറ്റി എന്ത് വിവരം കിട്ടിയാലും അപ്പം തന്നെ അവളെ വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഗിരിയും ക്രിസ്റ്റിയും അവിടെ നിന്നും ഇറങ്ങി. പതിയെ കണ്ണുകൾ ചിമ്മിത്തുറന്നു. ഇരുട്ടായിട്ടുള്ള ഒരു കെട്ടിടത്തിൽ എവിടുന്നോ ഉള്ള ചെറിയൊരു വെളിച്ചം മാത്രം. കൈകൾ രണ്ടും പുറകിലേക്ക് വെച്ച് ബന്ധിച്ച് കസേരയിൽ ഇരുത്തിയിരിക്കുകയാണ്. വലിയ ഏതോ ഒരു കെട്ടിടമാണെന്ന് അവൾക്ക് തോന്നി. അവളുടെ തൊണ്ടയൊക്കെ വറ്റി വരണ്ടിരിക്കുകയായിരുന്നു. മിത്രയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി സ്റ്റോപ്പിലേക്ക് വന്ന് നിന്നതാണ്. പെട്ടെന്നാണ് ഒരു കാറ് വന്ന് മുൻപിൽ നിർത്തിയത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അങ്കിളിൻ്റെ അഡ്രസ്സ് തന്നെയാണ് അവർ ചോദിച്ചത്. വഴി പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ അവർ എന്നോട് വീട് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. കാറിൽ സ്ത്രീകളും ഉണ്ടായിരുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പിന്നെ അവരും അവിടേക്കാണല്ലോ പോകുന്നതെന്ന് കരുതി. ബസ്സിൻ്റെ തിരക്കിൽ കയറി പോകേണ്ട എന്ന് വിചാരിച്ച് ഞാനും അവരുടെ ഒപ്പം ചെല്ലാമെന്ന് പറഞ്ഞു. കാറിനകത്തേക്ക് കയറിയതും ആ സ്ത്രീ എന്തോ എൻ്റെ മൂക്കിലേക്ക് മണപ്പിച്ചു. പിന്നെ ഒന്നും ഓർമ്മയില്ല. അവൾ നടന്ന സംഭവം ഓർക്കാൻ ശ്രമിച്ചു. എന്നാലും ആരായിരിക്കും എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്തിനായിരിക്കും അവരെന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് പൂട്ടിയിട്ടിരിക്കുന്നത്? അവരുടെ ഉദ്ദേശം എന്തായിരിക്കും? ഇച്ചായൻ എന്നെ ഇപ്പോൾ തിരക്കുന്നുണ്ടാകും. ഇച്ചാൻ എന്നെ അന്വേഷിച്ച് മിത്രയുടെ വീട്ടിൽ ചെന്ന് കാണുമോ? ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് മിത്ര പറയും. എന്നാലും ഞാൻ അത്രയും വിളിച്ചിട്ട് എന്തായിരിക്കും ഇച്ചായൻ ഫോൺ എടുക്കാഞ്ഞേ? എവിടെ പോയിരുന്നതായിരിക്കും? ഇച്ചായൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ടല്ലേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്? അവൾ ഓരോന്നും ചിന്തിച്ചു. മോളെ, പെട്ടെന്ന് തൻ്റെ അടുത്തു നിന്നും പരിചിതമായൊരു ശബ്ദം കേട്ട് അവൾ തല തിരിച്ച് സൈഡിലേക്ക് നോക്കി. പപ്പാ! അയാളെ
കണ്ടതും അവൾ നിറകണ്ണുകളോടെ വിളിച്ചു. അവളുടെ കൈ ബാക്കിലേക്ക് കെട്ടി കസേരയിൽ ഇരുത്തിയിരിക്കുന്നത് പോലെ തന്നെയായിരുന്നു അയാളെയും ഇരുത്തിയിരുന്നത്. അയാളുടെ മുഖത്താണെങ്കിൽ നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. പപ്പ പപ്പ എങ്ങനെ ഇവിടെ? അയാളെ കണ്ട അതിശയത്തിൽ അവൾ സംശയത്തോടെ അയാളെ നോക്കി ചോദിച്ചു. മോളെ, അയാളാ മോളെ ഇതിനൊക്കെ കാരണം. അയാളാ നമ്മളിവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. അവളുടെ പപ്പ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ നെറ്റി ചുളിച്ചു. അയാൾ ആരുടെ കാര്യമാണ് പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ചേട്ടൻ ചേട്ടൻ അയാൾ നമ്മൾ ചതിക്കുകയായിരുന്നു മോളെ. അയാൾ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് പപ്പ എങ്ങനെ? അവൾ സംശയത്തോട് ചോദിച്ചു. അപ്പോൾ മോക്കറിയായിരുന്നോ അയാള്? അവൾ ചോദിക്കുന്നത് കേട്ടതും അയാൾ തിരികെ പറഞ്ഞു. അറിയായിരുന്നു. ഇച്ചായൻ പറഞ്ഞിട്ടുണ്ട് അയാൾ ഒരുപാട് വിശ്വസിക്കരുതെന്ന്. അയാൾ നമ്മൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ പപ്പ എങ്ങനെയത് അറിഞ്ഞത്? അവൾ സംശയത്തോടെ അയാളോട് ചോദിച്ചു. എന്നിട്ട് മോൾ എന്നോട് പറഞ്ഞില്ലല്ലോ അതിനെപ്പറ്റി? അയാൾ അവളെ നോക്കി പറഞ്ഞു. ഞാൻ വലിയ പപ്പയെ പറ്റി എന്ത് പറഞ്ഞാലും പപ്പ വിശ്വസിക്കില്ലല്ലോ. അത്രയ്ക്കും പപ്പയ്ക്ക് വിശ്വാസമല്ലായിരുന്നു വലിയപ്പേ. അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. പിന്നെ ഇച്ചായനും പറഞ്ഞു ഇപ്പോൾ ഒന്നും പറയണ്ട, തെളിവുകൾ കിട്ടുമ്പോൾ എല്ലാവരും എല്ലാം അറിഞ്ഞാൽ മതിയെന്ന്. അവൾ അയാളെ നോക്കി മറുപടി പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു മോളെ. അയാൾ നമ്മുടെ കൂടെ നിന്ന് ചതിക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അയാളാ എൻ്റെ അമ്മയും അപ്പനെയും കൊന്നത്. അത് സ്വത്തിന് വേണ്ടി. അയാൾക്ക് ഇതുകൊണ്ടൊക്കെ എന്താ നേട്ടമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാളാണ് അതിൻ്റെയൊക്കെ പിന്നിലെന്നറിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി. അതിൻ്റെ കൂടെ മോളെ കൂടി ഇല്ലാതാക്കുമെന്ന് അയാൾ പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അയാൾ അതേ നിറകണ്ണുകളോടെ അയാൾ കേട്ട കാര്യങ്ങളൊക്കെ അവളോടായി പറഞ്ഞു. പപ്പ എങ്ങനെ ഇവിടേക്ക് വന്നത്? അവൾ സംശയത്തോടെ അയാളോട് ചോദിച്ചു. ഞാൻ ഇതൊക്കെ അറിഞ്ഞപ്പോൾ ക്രിസ്റ്റിയെ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു. പപ്പ ഇച്ചായനെ കണ്ടോ? അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചതും അയാൾ ക്രിസ്റ്റിയെ കാണാൻ പോയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. എങ്കിൽ പപ്പ ഉണ്ടായിരുന്നത് കൊണ്ടാകും ഞാൻ മിത്രയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരാൻ ഇച്ചായനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ബസ്സിൽ കയറി വരാമെന്ന് വെച്ചത്. പക്ഷെ അവിടെ വെച്ചാ അവൾ പറഞ്ഞുകൊണ്ട് അവൾ ഇവിടേക്ക് വരാനുണ്ടായ സാഹചര്യമല്ല അയാളോട് പറഞ്ഞു. എൻ്റെയും അതുപോലെയാ മോളെ. ഞാൻ അയാൾക്ക് സംശയം തോന്നേണ്ടെന്ന് കരുതി ആരും കാണരുതെന്ന് വിചാരിച്ചതാ. ക്രിസ്റ്റിയെ കാണാൻ ഓട്ടോയിലാണ് ഞാൻ പോയതും. ആ ഓട്ടോക്കാരന് ഞാൻ പറഞ്ഞു വിടുകയും ചെയ്തു. തിരികെ മറ്റൊരു ഓട്ടോ കയറി ഓഫീസിലേക്ക് വരാനിരുന്നപ്പോഴാ ഒരു കാറിൽ 2-3 ചെറുപ്പക്കാർ കൊണ്ടുവന്ന് ഓട്ടോയ്ക്ക് വലം വെച്ചത്. അതൊരു ഇടവഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആരും ഇല്ലായിരുന്നു. അവരെന്നെ ബലമായിട്ട് ആ ഓട്ടോയിൽ നിന്നും ഇറക്കി കാറിലേക്ക് കയറ്റി. ആ ഓട്ടോക്കാരനെ അവർ തന്നെ ഓർമ്മ വന്നപ്പോൾ ഞാൻ ഇവിടെയാണ്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ മോളെയും കണ്ടു. നമുക്കിനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലേ മോളെ? നമ്മളെ കാണാതെ നിന്റെ മമ്മി ഒരുപാട് വിഷമിക്കുകയാവും. അപ്പനെയും അമ്മയും കൊന്ന പോലെ അയാൾ നമ്മളെയും കൊല്ലുവോ? അയാൾ സംശയത്തോടെ അതിലുപരി പേടിയോടെ അവളോട് ചോദിച്ചു. പപ്പ വിഷമിക്കണ്ട. അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് എന്നെ. പപ്പയ്ക്ക് ക്രിസ്റ്റിച്ചായനെ പറ്റി അറിയാത്തതുകൊണ്ടാ. എനിക്കെന്തെങ്കിലും സംഭവിച്ചോന്നറിഞ്ഞാൽ ഇച്ചായൻ ഒരിക്കലും അടങ്ങിയിരിക്കില്ല. എൻ്റെ ഊഹ ശരിയാണെങ്കിൽ വലിയ പപ്പയ്ക്കുള്ള കുഴി വലിയപ്പ തന്നെയാണ് ഇപ്പോൾ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ മിസ്സിങ്ങിനെ പറ്റി ഇച്ചായൻ ഇപ്പം അറിഞ്ഞു കാണും. പപ്പ ധൈര്യമായിട്ടിരുന്നോ. ഇച്ചായൻ എല്ലാം നോക്കിക്കോളും. അവൾ അയാൾക്ക് ധൈര്യം പകർന്നു നൽകി. മോൾ എന്തുറപ്പില്ല ഇത് പറയുന്നേ? അയാൾ സംശയത്തോട് ചോദിച്ചു. ഞാൻ ക്രിസ്റ്റിയുടെ പെണ്ണാണെന്നുള്ള ഉറപ്പില്. അവളുടെ വാക്കുകൾ ദൃഢമായിരുന്നു. അപ്പനും മോളും കൂടി എന്താ സംസാരിക്കുന്നേ? ഇവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നാണോ ആലോചിക്കുന്നത്? അവരുടെ സംസാരത്തിനിടയിൽ പെട്ടെന്ന് പരിചിതമായൊരു ശബ്ദം പുച്ഛത്തോടെ പറയുന്നത് കേട്ടതും അവർ ഇരുവരും തുറന്നു കിടക്കുന്ന വാതിലിന് മുൻപിലേക്ക് നോക്കി. മുൻപിൽ വാതിലിനോട് അടുത്ത് നിൽക്കുന്ന അയാളെ പ്രതീക്ഷിച്ചതുപോലെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് നോക്കി. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അവർ നോക്കുന്നത് കണ്ട് അയാൾ പുച്ഛത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു. അങ്കിളിനെ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിച്ചില്ല എന്ന് ആരാ പറഞ്ഞത്? അങ്കിളിനെ തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. സേറ അയാൾക്ക് മറുപടി കൊടുത്തതും അയാൾ നെറ്റി ചുളിച്ചു. അറിയാമായിരുന്നു ഞങ്ങളുടെ ഈ കിഡ്നാപ്പിന് പിറകിൽ അങ്കിള് മാത്രമായിരിക്കുമെന്ന്. അവൾ അയാളെ കണ്ടതും പുച്ഛത്തോടെ മറുപടി പറഞ്ഞു. അത് കേട്ടതും അയാൾ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്കറിയായിരുന്നു നിങ്ങൾ രണ്ടുപേരും എൻ്റെ തനിനിറം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പം ഇവിടെ ഇരിക്കില്ലല്ലോ. നമ്മുടെ ബന്ധം ഒരു സ്മൂത്ത് ഫ്ലോ പോലെ പോയേനെ. ഇതിപ്പോൾ നിങ്ങൾ എൻ്റെ എല്ലാ കള്ളത്തരം കണ്ടെത്തിയ സ്ഥിതിക്ക് എനിക്കിതല്ലാതെ വേറെ മാർഗമില്ല. അയാളും പുച്ഛത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. അയാളോടൊപ്പം 2-3 ആൾക്കാരും വേറെ ഉണ്ടായിരുന്നു. അതിലൊരാളാണ് തന്നോട് വഴി ചോദിച്ചതെന്ന് സേറയ്ക്ക് മനസ്സിലായി. എന്താ അങ്കിളിൻ്റെ ഉദ്ദേശം? അപ്പച്ചനെ അമ്മച്ചി ഇല്ലാതാക്കിയതുപോലെ ഞങ്ങളെ രണ്ടുപേരെ ഇല്ലാതാക്കാന്നാണോ? അവൾ സംശയത്തോടെ അയാളെ നോക്കി ചോദിച്ചു. എൻ്റെ മോള് ഭയങ്കര ബുദ്ധിശാലിയാണല്ലോ. അങ്കിള് മനസ്സിൽ കാണുന്നത് മോള് മാനത്ത് കാണുന്നുണ്ടല്ലോ. അതെങ്ങനെയാ? ആ ക്രിസ്റ്റിയുടെ കൂടെയല്ലേ വാസം. അപ്പോൾ അവൻ്റെ ഒരു ചെറിയ ബുദ്ധിയെങ്കിലും നിനക്കും കിട്ടുമല്ലോ. അവൾ പറയുന്നത് കേട്ടതും അയാൾ പരിഹാസത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. അതിന് ക്രിസ്റ്റിയുടെ കൂടെ കഴിയേണ്ട കാര്യമൊന്നുമില്ല അങ്കിൾ. കുറച്ച് മോളെ ഉണ്ടായാൽ മതി. അവളും തിരികെ മറുപടി പറഞ്ഞു. അനിയൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എന്നെ കണ്ട ഞെട്ടല്ലാണോ അനിയൻ?
സേറയുടെ പപ്പ ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ടതും അയാൾ പുച്ഛത്തോടെ സേറയുടെ പപ്പയുടെ മുഖത്തേക്ക് നോക്കി തിരികെ ചോദിച്ചു, എന്തിനാ ചേട്ടാ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാ ഞാനും എൻ്റെ മോളും ചേട്ടനോട് ചെയ്തത്? അയാൾ സംശയത്തോടെ യോസഫിനോട് ചോദിച്ചു. അനിയൻ എന്താ തെറ്റ് ചെയ്തതെന്ന് അനിയൻ അറിയില്ലേ? അയാൾ അവളുടെ പപ്പയുടെ മുഖത്തേക്ക് നോക്കി തിരികെ ചോദിച്ചു. സേറയുടെ പപ്പയ്ക്ക് താൻ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായില്ല. അനിയന് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തരാം. ഞാനും ജസ്റ്റിനും കൂടി ഇന്ന് ഓഫീസിൽ വെച്ച് സംസാരിക്കുന്നത് അനിയൻ കേട്ടിരുന്നു അല്ലേ? അയാൾ സംശയത്തോടെ സേറയുടെ പപ്പയുടെ മുഖത്തേക്ക് നോക്കി. അതിനയാൾ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് അനിയൻ കേട്ടത് പോട്ടേന്ന് വെക്കാം. പക്ഷെ ആ കേട്ടത് പറയാൻ വേണ്ടിയിട്ട് അനിയൻ ആരും അറിയാതെ ആ ക്രിസ്റ്റിയുടെ അടുത്തേക്ക് പോയി, ഞങ്ങളെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി. എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അയാൾ സംശയത്തോടെ അവളുടെ പപ്പയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അയാൾ ഞെട്ടിപ്പോയി. അവർക്കാർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ വിളിച്ചു പോയത്. പിന്നെ എങ്ങനെയാണ് അവരയാളെ കണ്ടത് എന്നുള്ള സംശയമായിരുന്നു അയാൾക്ക്.